ഹലോ. ഇന്ന് നിങ്ങളോടൊരാൾക്ക് സംസാരിക്കാനുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആൾക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ടാലോ? റെഡി? ഓക്കെ. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ക്ലോസ് യുവർ ഐസ്, ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് 3 or 4 times. ഓക്കെ, റിലാക്സ്. യെസ്. ഹലോ ഡിയർ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നിൻ്റെ ഉള്ളിലുള്ള ആ ആൾ തന്നെയാണ് ഞാൻ, നിൻ്റെ ആത്മാവ്, യുവർ സോൾ. നിന്നെ ഞാൻ എത്ര സ്നേഹിക്കുന്നു എന്നറിയോ? അൺകണ്ടീഷണലി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ വിഷമിക്കുമ്പോൾ നിന്നെ ഞാൻ ആശ്വസിപ്പിച്ചിരുന്നു. നീ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ ഞാൻ ശാന്തമാക്കാൻ ശ്രമിച്ചിരുന്നു. നീ സന്തോഷിക്കുമ്പോഴൊക്കെയും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നീ തെറ്റിലേക്ക് പോകാൻ നേരം അങ്ങോട്ട് പോകല്ലേ എന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും നീ അറിഞ്ഞിരുന്നില്ല. എന്നെ കേൾക്കാൻ നീ തയ്യാറായില്ല. നീ ഒരു മായാലോകത്തെന്ന പോലെ സഞ്ചരിക്കുകയായിരുന്നു. നീ നിൻ്റെ മനസ്സിനെ ഫോളോ ചെയ്ത് ജീവിച്ചു. പാവം ഞാൻ, ഒരു പാവയെ പോലെ നിൻ്റെ താളത്തിനൊത്ത് തുള്ളിയിരുന്നു. നിന്നോട് കൂട്ടുകൂടാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ നീ എന്നെ അറിഞ്ഞില്ല. സാരമില്ല, നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ വസിക്കുന്ന എൻ്റെ വീടല്ലേ നീ? ഞാൻ തന്നെ സ്വീകരിച്ച ശരീരമല്ലേ നിൻ്റേത്? അതുകൊണ്ടാകട്ടോ നിൻ്റെ ഇൻട്രോവേർട്ട് ശരീരം സ്വീകരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നീ എന്നോട് ഒരുപാട് അടുക്കുമെന്നാണ്. പക്ഷേ നിൻ്റെ മനസ്സായിരുന്നു നിന്നെ കൺട്രോൾ ചെയ്തത്. ഇനി നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ. നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആ ആളില്ലേ, ആ ആളുടെ ആത്മാവും ഈ ഞാൻ തന്നെയാണ്. എൻ്റെ പൊന്നു DFA, അതും നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നിയപ്പോഴും മനസ്സിലായില്ലേ? ഓഹ്, ഈ മായാലോകത്തിൻ്റെ ഒരു കാര്യം, മായാലോകം അത്രയ്ക്കും പവർഫുള്ളാണേ. ഈ മായാലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്തായാലും നീ എന്നെ മനസ്സിലാക്കില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാകട്ടോ ഞാനൊരു ആണിൻ്റെ മനസ്സും ശരീരവും കൂടി സ്വീകരിച്ച് നിന്നിലേക്ക് എത്തിയത്. ആണാവുമ്പോൾ എന്തായാലും അങ്ങോട്ടൊരു ചായ ഉണ്ടാകുമല്ലോ. ആള് പറയുന്നതും ഒന്ന് കേൾക്കുമല്ലോ. അയാളിലൂടെ എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ എന്ത് പ്രയോജനം? നീ അയാളുടെ പുറകെ പോവല്ലേ ചെയ്ത്. പ്രിയപ്പെട്ട DF, നീ ഒരു കാര്യം അറിയുക. ആ ആളിലും നിന്നിലുമുള്ള ആത്മാവ് ഈ ഞാൻ തന്നെയാണ്. ആ ആൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നാ. എൻ്റെ സ്നേഹം നിന്നെ അറിയിക്കാനാണ് അയാൾ നിന്നിലേക്ക് എത്തിയത്. അയാൾ നിനക്ക് തന്ന സ്നേഹം നീ ആ വ്യക്തിയുടെ ശരീരത്തിന് കൊടുക്കാതെ എനിക്ക് തരുമോ? ആ സ്നേഹത്തിന് വേണ്ടി ഞാനാണ് ദാഹിക്കുന്നത്. അത് നീ എനിക്ക് തന്നെ തരാൻ വേണ്ടിയിട്ടാണ് അയാൾ നിന്നിൽ നിന്നും ഓടി അകലുന്നത്. ഇനിയും നിനക്കത് മനസ്സിലായില്ലേ? എന്നാ ഇതൊക്കെ മനസ്സിലാക്കണേ. എൻ്റെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ നീ? എന്തായാലും എല്ലാം അനുഭവിച്ച് മനസ്സിലാക്കുക. അതുവരെ ഞാനിങ്ങനെ ഇവിടെ തന്നെ നിൻ്റെ കൂടെ നിന്നോളാം. എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? ഒരു കാര്യം കൂടി പറയുവാണേ, വേണേൽ വല്ല ഇന്നർ വർക്കൊക്കെ ചെയ്താൽ നിനക്ക് എന്നിലേക്ക് എത്താൻ പറ്റും. എൻ്റെ പൊന്ന് DF അല്ലേ, അതൊന്ന് ചെയ്യുന്നേ. എന്നിട്ട് എന്നോടൊന്ന് കണക്റ്റ് ആകുന്നേ. നമ്മൾക്ക് രണ്ടാൾക്കും കൈ കോർത്ത് പിടിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നിന്റെ DM അത് ഞാൻ തന്നെയാണ്, പൊട്ടിപ്പെണ്ണെ. എന്നെ ഒന്ന് വിശ്വസിക്കൂ. നിങ്ങളുടെ ശരീരങ്ങൾ വ്യത്യസ്തമായെന്നേ ഉള്ളൂ. അയാൾ നിന്റെ തന്നെ മെയിൽ വെർഷനാണ്. അയാൾക്ക് നിന്നോട് അട്രാക്ഷൻ തോന്നിയതും നിനക്ക് അയാളോട് അട്രാക്ഷൻ തോന്നിയതും ഞാൻ നിങ്ങളിൽ 2 പേരിലും ഉള്ളത് കൊണ്ടാണ്.
ശരിക്കും സ്നേഹിച്ചത് നിന്റെ ആത്മാവിനെ ആയിരുന്നു. പക്ഷേ നീ സ്നേഹിച്ചത് അയാളുടെ ശരീരത്തെയും മനസ്സിനെയും ആയിരുന്നു. സത്യം അതാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഡീപ്പായിട്ടുള്ള സ്നേഹം കാണുമ്പോൾ അയാൾക്ക് പേടി തോന്നുന്നതും നിന്നിൽ നിന്ന് അകലുന്നതും. നീ എപ്പോഴാണോ അയാളുടെ ആത്മാവിനെ, അതായത് നിന്നിലുള്ള എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്നത്, അപ്പോൾ മുതലാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. പുള്ളി ഓട്ടം നിർത്തും, നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനിയും മനസ്സിലാക്കൂ, നിങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ പോട്. താങ്ക് യു.